ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റു മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക, നേരിട്ട് വിളിക്കാതിരിക്കുക. അതുപോലെ സർവസമ്പൽ സമൃദ്ധിദായകവും ഐശ്വര്യപൂർണവും ആരോഗ്യപ്രദവുമായ മഹാസുദർശനം, സ്വയംവരം, ധനലക്ഷ്മി, സരസ്വതി യന്ത്രം, ത്രിപുരസുന്ദരി, ബാണേശി തുടങ്ങിയവ ജാതക പരിശോധന നടത്തി വിധിപരമായി തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. 2026 നക്ഷത്രഫലമാണ് പറയുന്നത്. ആയില്യം നക്ഷത്രത്തെക്കുറിച്ചാണ് വ്യക്തമാക്കുന്നത്. സാമ്പത്തിക നില പൊതുവിൽ മെച്ചപ്പെടുന്ന വർഷമാണ് ആയില്യം നക്ഷത്രക്കാർക്ക് 2026. ജാമ്യം നിൽക്കൽ, കടം കൊടുക്കൽ എന്നീ പ്രവൃത്തികളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. സാമ്പത്തിക നില മെച്ചപ്പെട്ടു വരും. തർക്ക വിഷയങ്ങളിൽ വിജയമുണ്ടാകും. കടബാധ്യതകളിൽ നിന്നും പടിപടിയായി മോചനം ലഭിക്കും എന്നുള്ളതും വ്യക്തമാണ്. ജന്തുക്കളിൽ നിന്നുള്ള ഉപദ്രവമുണ്ടാവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പനി, നീർക്കെട്ട്, അതുപോലെ മുട്ടുവേദന, കാൽവേദന തുടങ്ങി ഈ അസുഖങ്ങൾ സ്ത്രീ പുരുഷ ഭേദമന്യേ അനുഭവിക്കുവാനിടവരും. അപ്പോൾ പ്രത്യേകം അതൊന്ന് ശ്രദ്ധിച്ചുകൊള്ളണം. അതിനുള്ള പ്രതിക്രിയകൾ വ്യക്തമായി ചെയ്തുകൊള്ളണം. എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും വളരെ വേഗത്തിൽ തന്നെ ഡോക്ടറെ കണ്ട് അതിനുള്ള മരുന്ന് കഴിക്കാനുള്ള വ്യവസ്ഥകൾ നോക്കിക്കോണം. ഗൃഹത്തിൽ സമാധാനക്കുറവുണ്ടാവുകയില്ല. അതുപോലെ തന്നെ പൊതുവെ എല്ലാ കാര്യങ്ങളിലും വിജയം പ്രതീക്ഷിക്കാൻ കഴിയുന്നൊരു വർഷമാണ് 2026. ഗൃഹത്തിൽ സമാധാനമുണ്ടാകും. പ്രായമായവർക്ക് കണ്ണ്, കഴുത്ത്, കൈകാലുകൾ എന്നിവയ്ക്ക് ചെറിയ അസുഖങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നഷ്ടപ്പെട്ട ദ്രവ്യങ്ങൾ തിരികെ വരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ഒരു വശത്ത് ചെറിയ തോൽവി വരുമ്പോൾ മറുവശത്ത് ഇരട്ടി വിജയം കൈവരുന്ന ഒരു വർഷമാണിത്. ദീർഘയാത്രകൾക്കും വനപ്രദേശങ്ങളിൽ ഉല്ലാസയാത്രയ്ക്കുമൊക്കെ അവസരം വന്നുചേരും. സന്താനങ്ങൾ വഴി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിൽ അവസരം കൈവരും. സർക്കാർ സംബന്ധിയായ ആനുകൂല്യങ്ങൾ ലഭിക്കും. ഉയർന്ന ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട തലത്തിലേക്ക് ഉയർച്ചയുണ്ടാകും. കൃഷി കർമ്മങ്ങൾ ലാഭം കൈവരുന്ന തരത്തിലേക്ക് പുരോഗമനമുണ്ടാകും. ജീവിത രീതി മെച്ചപ്പെടും എന്നുള്ളതും ഈ സമയത്ത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ പുതിയ ജോലിക്കായി പരിശ്രമിക്കും. കുടുംബത്തിൽ സമാധാനവും സാമ്പത്തികവുമായ ഉയർച്ചയുണ്ടാകും. പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകും. കൂട്ടുകെട്ടിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രമിക്കുന്നതാവും നല്ലത്. ജീവിതത്തിൽ ഗുണം വരാൻ അതാണ് ഏറ്റവും വലിയ മാർഗം. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പരിപാടികളിലൊക്കെ പങ്കെടുക്കുവാനുള്ള അവസരമുണ്ടാകും. ഫെബ്രുവരി മാസമാകുമ്പോഴേക്കും നഷ്ടത്തിലോടുന്ന കമ്പനിയുടെ ചുമതല ഏറ്റെടുത്താൽ വിജയിക്കും. കടം വാങ്ങിയ ധനം തിരിച്ചു കൊടുക്കാൻ സാധിക്കും. ദൂരത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവിടെ നിന്ന് മാറി താമസിച്ച് പഠിക്കാൻ സാധിക്കും. സർക്കാർ ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ വിജയത്തിലെത്തുന്ന വർഷമാണ് 2026. മാർച്ച് മാസമാകുമ്പോഴേക്കും പുതിയ ബിസിനസ് തുടങ്ങിയാൽ വിജയിക്കുന്ന സമയമാണ്. ദൂരയാത്ര വളരെ ഗുണകരമാണ്. കുടുംബ സൗഖ്യം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായി നിലനിൽക്കുന്ന സത്യമാണ്. വരുമാനം വർദ്ധിക്കുന്നതാണ്. ഹോട്ടൽ, കാറ്ററിംഗ് എന്നീ ബിസിനസ്സുകളിൽ വളരെ പുരോഗതി ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. മക്കളുടെ വിദ്യാഭ്യാസത്തിൽ പുരോഗതി കാണുന്നു. വൃശ്ചിക മാസമാകുമ്പോഴേക്കും സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാൻ താമസം നേരിടും. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് കിട്ടാനിടയുള്ള ലോണുകളും മറ്റും കിട്ടുന്നതാണ്. രാഷ്ട്രീയക്കാർക്ക് അധികാരം കിട്ടാനിടയുണ്ട്. വീഴ്ചകളോ അപകടങ്ങളോ ഒക്കെ ഉണ്ടായേക്കാം. ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. മെയ് മാസമാകുമ്പോഴേക്കും മതാചാരപ്രകാരമുള്ള കർമ്മങ്ങൾ നിഷ്ഠയോട് ചെയ്യുവാനുള്ള ഭാഗ്യമുണ്ടാകും. ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ കുറയും. ചെറിയ ബിസിനസ്സുകൾ തുടങ്ങാനിടയാകും.
ആരോഗ്യപരമായി അല്പം പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. പ്രമേഹ രോഗികൾ വളരെ ശ്രദ്ധിക്കേണ്ട കാലമാണ് മെയ് മാസം. ജൂൺ മാസമാകുമ്പോഴേക്കും വക്കീൽ ജോലി ചെയ്യുന്നവർക്ക് ധാരാളം അവസരങ്ങൾ വന്നുചേരും. സാമ്പത്തിക ഗുണം ഉണ്ടാകും. ഗൃഹത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകും. പ്രത്യേകമൊന്ന് ശ്രദ്ധിച്ചുകൊള്ളണം. മാതാവിൻ്റെ സ്വത്തിനെ പറ്റി തർക്കം ഉണ്ടായിരുന്നു, അത് രമ്യതയിലെത്തും. വാദ സംബന്ധമായ അസുഖങ്ങൾ വന്നേക്കാനിടയുണ്ട്. ജൂലൈ ആകുമ്പോഴേക്കും അനാരോഗ്യം കാരണം നിശ്ചയിച്ച യാത്ര മാറ്റിവെക്കാൻ വഴി കാണുന്നു. ജോലിയിൽ സമാധാനം കുറയും. മേലധികാരിയുടെ ആനുകൂല്യം കുറയും. പൊതുവെ സുഖം കുറഞ്ഞ മാസമാണ് ആയില്യം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ജൂലൈ മാസം. വീട്ടു ചിലവുകൾ വർദ്ധിക്കും. സഹപ്രവർത്തകരിൽ നിന്ന് ഗുണമുണ്ടാകും. ആഗസ്റ്റ് മാസമാകുമ്പോഴേക്കും ഉദ്ദേശിച്ചിറങ്ങുന്ന കാര്യങ്ങൾ മുടക്കം കൂടാതെ നടക്കും. ഔദ്യോഗിക ജീവിതത്തിൽ സ്വസ്ഥതയുണ്ടാകില്ല. കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടാകുമെങ്കിലും അതിൽ കുറവ് വരും. കൂടെ ഉറ്റ സുഹൃത്തിൻ്റെ വിയോഗം ജീവിതത്തിൽ വല്ലാത്ത പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കാം. സെപ്റ്റംബർ മാസമാകുമ്പോഴേക്കും തറവാട്ടിൽ ഉത്സവങ്ങൾ നടത്തുമ്പോൾ എല്ലാവരും ഒത്തുചേർന്ന് സന്തോഷം പങ്കിടാനുള്ള ഭാഗ്യമുണ്ടാകും. ധർമ്മ ദേവസ്ഥാനത്ത് വിശേഷാൽ പൂജകൾ നടത്താനുള്ള ഭാഗ്യം സെപ്റ്റംബർ മാസത്തിലുണ്ടാകും. മകൻ്റെ വിവാഹം സെപ്റ്റംബർ മാസമാകുമ്പോഴേക്കും ശരിയാകും. കൂട്ടുകാരുമൊത്ത് ചെറിയ വിനോദയാത്രകൾ നടത്താൻ ഇടവരുന്ന സമയമാണ് സെപ്റ്റംബർ മാസം. ഒക്ടോബർ മാസമാകുമ്പോഴേക്കും വ്യവഹാരങ്ങളിലൊക്കെ വിജയമുണ്ടാകും. ശത്രുക്കളുടെ ശല്യത്തിന് കുറവുണ്ടാകും. കടം കൊടുത്ത പണം തിരിച്ചു കിട്ടാൻ താമസം നേരിട്ടേക്കാം. താൽക്കാലിക ജോലി സ്ഥിരപ്പെടാനുള്ള യോഗം കാണുന്നുണ്ട്. കലാപരമായി പുരസ്കാരങ്ങൾ ലഭിച്ചേക്കും. പുരോഗതിക്ക് പ്രയത്നിക്കേണ്ടി വരും. നവംബർ മാസമാകുമ്പോൾ സാമ്പത്തിക ഞെരുക്കം കാരണം ലോൺ എടുക്കേണ്ടി വരും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് കിട്ടാൻ താമസം നേരിടും. കർമ്മസ്ഥാപനത്തിൽ തസ്കര ശല്യമുണ്ടാകാനുള്ള വ്യവസ്ഥിതി കാണുന്നുണ്ട്. അതായത് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ കള്ളന്മാരുടെ ശല്യമുണ്ടാകാനുള്ള വ്യവസ്ഥിതി ഉണ്ടാകുമെന്ന്. വിലപിടിപ്പുള്ള രേഖകൾ നഷ്ടപ്പെട്ടേക്കാം. ഭാര്യാപിതാവിൽ നിന്ന് സഹായം ലഭിക്കും. ഡിസംബർ മാസമാകുമ്പോഴേക്കും ബാങ്ക് സംബന്ധമായി ജോലിയിൽ സ്ഥലമാറ്റവും സ്ഥാനക്കയറ്റവും പ്രതീക്ഷിക്കാം. സ്കൂൾ അധ്യാപകർക്ക് ജോലി സ്ഥിരത ലഭിക്കും. ത്വക്ക് സംബന്ധമായ രോഗത്തിന് ആശ്വാസമുണ്ടാകും. വസ്ത്രവ്യാപാരത്തിൽ ബിസിനസ് നടത്തിയാൽ നഷ്ടമായി മാറും. ആരോഗ്യ ഗുണമത്ര പോരാത്ത മാസമാണ് ഡിസംബർ. വിട്ടുവീഴ്ച മനോഭാവം വളരെ കുറവായിരിക്കും. ഉപകാര സ്മരണയുടെ കാര്യത്തിലും ആയില്യക്കാർ അല്പം പിന്നോക്കമായിട്ടാണ് കാണപ്പെടാറുള്ളത്. ആജ്ഞാശക്തിയും നേതൃത്വം വഹിക്കാനുള്ള കഴിവും ഇവർക്ക് ജന്മസിദ്ധമായി തന്നെയുണ്ട്. അധികാര സ്ഥാനങ്ങളിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുകയും അതിനായി അത്യധ്വാനം ചെയ്യുകയും ചെയ്യുന്നവരാണ് ആയില്യം നക്ഷത്രക്കാർ. ആരോടും അടുക്കാത്ത സ്വഭാവമാണ് ആയില്യക്കാർക്കുള്ളത്. നിർബന്ധ ബുദ്ധി കൂടും. പിണക്കം തോന്നുന്നവരോട് വളരെ ക്രൂരമായി പെരുമാറും. അവരിൽ നിന്ന് അകന്നു കഴിയാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യും. എപ്പോഴും ഒരു ഗൗരവഭാവം മുഖത്തുണ്ടാകും. പക്ഷേ വളരെ അടുപ്പമുള്ളവരുടെ മുമ്പിൽ എല്ലാം തുറന്നു പറയുന്ന സ്വഭാവമുണ്ടാകും. ആശങ്കയും ഭയവും മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. വളരെ ചുരുക്കം ആളുകളെ മാത്രമേ ആത്മാർത്ഥമായി സ്നേഹിച്ചു എന്ന് വരൂ. ആരെയും പൂർണ്ണമായി വിശ്വസിക്കുന്ന സ്വഭാവക്കാരല്ല ആയില്യം നക്ഷത്രക്കാർ. ധനാഭിവൃദ്ധിക്കായി അത്യധ്വാനം ചെയ്യുന്നതോടൊപ്പം ആർഭാടങ്ങൾക്ക് വേണ്ടി അമിതമായ ചെലവ് ചെയ്യുന്ന സ്വഭാവവും ആയില്യം നക്ഷത്രക്കാർക്കുണ്ടാകും. നിയന്ത്രണങ്ങൾ ഇഷ്ടപ്പെടുന്നവരല്ല ആയില്യം നക്ഷത്രക്കാർ. സ്വന്തം ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ ആരെങ്കിലും തടസ്സം നിന്നാൽ അവരിൽ നിന്ന് ഒഴിഞ്ഞുമാറും. അവരെ വെറുക്കുകയും ചെയ്യും. എല്ലാം സമ്മതിച്ച് കൊടുക്കുന്നവരെ മാത്രമേ സുഹൃത്തുക്കളായി അംഗീകരിക്കൂ. അവരെ സഹായിക്കാൻ എപ്പോഴും സന്നദ്ധത കാണിക്കുകയും ചെയ്യും. ധനവും ഭാഗ്യവും ഉണ്ടാകും. പെട്ടെന്ന് ക്ഷോഭിച്ച് സാഹസ പ്രവൃത്തികളൊക്കെ ചെയ്തു എന്ന് വരും. ഇതുമൂലം പൊതുപ്രവർത്തനങ്ങളിൽ അത്രയൊന്നും വിജയിച്ചു എന്ന് വരില്ല ഇവർ. എല്ലാ പ്രവർത്തനങ്ങളും ചിട്ടയായി ചെയ്യണമെന്ന് നിർബന്ധമുണ്ടാകും. ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷമായിരിക്കും. പക്ഷേ എന്തെങ്കിലും അസ്വസ്ഥതയോ ക്ലേശമോ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. വിവാഹത്തിന് കാലതാമസം വരാവുന്ന നാളുകാരാണ് ആയില്യം നക്ഷത്രക്കാർ. വിവാഹത്തിന് കാലതാമസം വരാനിടയുള്ള നക്ഷത്രമാണ് ആയില്യം. വിവാഹത്തിനു ശേഷം ഇടയ്ക്ക് ജീവിത പങ്കാളിയുമായി അകന്നു കഴിയാനുള്ള സാഹചര്യവും
ആയില്യം നക്ഷത്ര വ്യവസ്ഥയിൽ കാണുന്നുണ്ട്. ഇത് പൊതുവിൽ ആയില്യത്തിൻ്റെ ഫലമാണ് പറയുന്നത്, പൊതുവിലുള്ള ഫലമാണ് പറയുന്നത്. 8 വയസ്സ് വരെ ശാന്തമായൊരു ജീവിതം നയിക്കും. 9 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള കാലം ആരോഗ്യക്കുറവ് അനുഭവപ്പെടുന്ന കാലമാണ്. മുറിവ്, ചതവുകൾ, അപകടങ്ങൾ തുടങ്ങിയവ മൂലം ബുദ്ധിമുട്ട് ഉണ്ടാകുന്നൊരു സമയമാണത്. 17 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള കാലം പൊതുവെ ഗുണകരമാണ്. ഈ കാലത്ത് വിദ്യാഗുണം, തൊഴിൽ ലാഭം, വിവാഹം, സന്താന ലാഭം തുടങ്ങിയവയെല്ലാം അനുഭവപ്പെടും. 37 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ള കാലം അധ്വാനം കൂടുതൽ അനുഭവപ്പെടുന്ന കാലമാണ്. അതിനുശേഷം സ്ഥിതിഗതികൾ കൂടുതൽ അനുകൂലമാകും. 52 വയസ്സിനും 59 വയസ്സിനും ഇടയ്ക്കുള്ള കാലം മാത്രം വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. അതുപോലെ തന്നെ മദ്യപാനം, പുകവലി ശീലം, വെറ്റില മുറുക്ക് തുടങ്ങിയവയുണ്ടെങ്കിൽ ഉപേക്ഷിക്കുന്നതാവും നല്ലത്. ഇല്ലെങ്കിൽ അതിൽ നിന്ന് ഉടലെടുക്കുന്ന അസുഖം ജീവിതകാലത്തിൻ്റെ അവസാനത്തോളം നിലനിൽക്കുന്നവ തന്നെയായിരിക്കും. തീർച്ചയായിട്ടും ആയില്യം നക്ഷത്രക്കാർക്ക് 2026 സർവ്വസൗഭാഗ്യങ്ങൾ നൽകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.